KSRTC പണിമുടക്ക് ഹൈക്കോടതി തടഞ്ഞു. നിയമവിരുദ്ധവും ജനത്തെ വലയ്ക്കുന്നതുമാണ് പണിമുടക്കെന്ന് നിരീക്ഷിച്ചാണ് കോടതി പണിമുടക്ക് തടഞ്ഞത്. വിവരങ്ങളുമായി ഹൈക്കോടതിയിൽ നിന്ന് ശ്രീനാഥും തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും ചേരുന്നു. ആദ്യം ശ്രീനാഥിലേക്ക്. ശ്രീനാഥ്, നേരത്തെ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ പണിമുടക്ക് തടയുകയും ചെയ്തിരിക്കുന്നു കോടതി. എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത്? രാവിലെ KSRTC തൊഴിലാളികളുടെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി നേരത്തെ തൊഴിലാളികളെയാണ് വിമർശിച്ചതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മാനേജ്മെന്റിനെയും വിമർശിച്ചു. രാവിലെ കോടതി പറഞ്ഞത് തൊഴിലാളികൾ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വിധേയരാകണം, അവർ നിയമവിരുദ്ധമായ പണിമുടക്കുമായി മുന്നോട്ട് പോകരുത്, ആദ്യം ഒത്തുതീർപ്പ് ചർച്ചയാണ് നടത്തേണ്ടത്, ഓരോ ഘട്ടങ്ങളുണ്ട് ഒരു പണിമുടക്ക് സംബന്ധിച്ച്, ആ ഘട്ടത്തിൽ അതിൻ്റെ ഏറ്റവും അവസാനം സ്വീകരിക്കേണ്ട മാർഗമാണ് പണിമുടക്ക്, അതല്ലാതെ ആദ്യം തന്നെ പണിമുടക്കിലേക്കല്ല പോകേണ്ടത് എന്ന് രാവിലെ കോടതി പറഞ്ഞെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മാനേജ്മെന്റ് തൊഴിലാളികളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ തയ്യാറാവണം, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാവണം എന്ന് കോടതി അഭിപ്രായപ്പെട്ടു. ഈ 1-ാം തീയതിയാണ് ഈ തൊഴിലാളികൾ മാനേജ്മെന്റിന് പരാതി നൽകിയത്, കത്ത് നൽകിയത്, സമരത്തിന് നോട്ടീസ് നൽകിയത്. അതിനുശേഷം ഇന്ന് 14-ാം തീയതിയായി. 14 ദിവസം എന്താണ് മാനേജ്മെന്റ് ചെയ്തത് എന്ന് ഹൈക്കോടതി ചോദിച്ചു. ഏതായാലും ഇനി ഒത്തുതീർപ്പ് ചർച്ച ഉണ്ടോ എന്ന് ഹൈക്കോടതി ആരാഞ്ഞു. നാളെയും ഒത്തുതീർപ്പ് ചർച്ച നടത്തും. ഇന്ന് നടത്തിയ ഒത്തുതീർപ്പ് ചർച്ച പ്രഹസനമായിരുന്നുവെന്ന് തൊഴിലാളി യൂണിയനുകളുടെ അഭിഭാഷകർ അറിയിച്ചു. ഏതായാലും നാളെ വിശദമായ ഒത്തുതീർപ്പ് ചർച്ച നടക്കണം. ആ ഒത്തുതീർപ്പ് ചർച്ചയിൽ തൊഴിലാളികളുടെ എല്ലാ പ്രതിനിധികളും പങ്കെടുക്കണം. അതിനുശേഷം ചൊവ്വാഴ്ച കേസ് പരിഗണിക്കും. ചൊവ്വാഴ്ച കേസ് പരിഗണിക്കുന്നതുവരെ ഹൈക്കോടതി ഈ പണിമുടക്ക് നിരോധിക്കുകയും ചെയ്തു, പണിമുടക്ക് തടയുകയും ചെയ്തു. അതുവരെ പണിമുടക്ക് ഉണ്ടാകാൻ പാടില്ല. തൊഴിലാളികൾക്ക് പറയാനുള്ള എല്ലാ പ്രശ്നങ്ങളും കേൾക്കാൻ മാനേജ്മെന്റ് തയ്യാറാകണം. തൊഴിലാളികൾക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അത് പറയാനുള്ള ഒരു വേദി മാനേജ്മെന്റ് മാത്രമാണ്. അതുകൊണ്ട് അവർ അതിനു നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം ശരിയല്ല. ഇപ്പോഴത്തെ KSRTC MD എടുത്ത നിലപാടും ശരിയല്ല എന്ന് ഹൈക്കോടതി സൂചിപ്പിച്ചു. ഏതായാലും ചർച്ചയ്ക്ക് തൊഴിലാളി യൂണിയനുകൾ എല്ലാവരും സജ്ജരാവണം, ആ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യണം. ആ ചർച്ചയ്ക്ക് ശേഷമാവാം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക എന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ കൂടി ചേരുന്നു. ഉമേഷ്, ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുകയാണ്. ഇനി ജീവനക്കാരുടെ നീക്കം എന്ത് എന്നതാണ് ഏറ്റവും ആദ്യം അറിയേണ്ടത്. കോടതി തീരുമാനം അംഗീകരിക്കാൻ തന്നെയാണോ ജീവനക്കാർ ഒരുങ്ങുന്നത്? നിലവിലെ സാഹചര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്താനാണ് സാധ്യത. ഇപ്പോൾ KSRTC സംയുക്ത ട്രേഡ് യൂണിയൻ യോഗം ചേരുകയാണ്. സ്വാഭാവികമായി കോടതി നടപടികൾ ചർച്ച നടത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകാൻ തന്നെയാകും ഈ യോഗ തീരുമാനം. എന്തായാലും ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ ഇനി പണിമുടക്കിലേക്ക് നീങ്ങുക. എന്തായാലും അല്പസമയത്ത് തന്നെ അതിന് മറുപടി സംയുക്ത ട്രേഡ് യൂണിയൻ യോഗശേഷം അറിയാൻ കഴിയും. സംയുക്ത ട്രേഡ് യൂണിയനിൽ INTUC നേതാവ് ഹരികൃഷ്ണൻ, കൂടാതെ AITC നേതാവ് രാഹുൽ അടക്കമുള്ള INTUC, AITC, CITU നേതാക്കളടക്കം പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്ക് തുടങ്ങാനാണ് തീരുമാനിച്ചിരുന്നത്. അത്തരമൊരു പ്രഖ്യാപനം തന്നെയാണ് നടത്തിയത്. പക്ഷേ ഹൈക്കോടതി തടഞ്ഞ സാഹചര്യത്തിൽ ഇന്ന് ഇത്തരമൊരു നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതില്ല. പകരം ഇപ്പോൾ AITUC പ്രതിനിധി രാഹുൽ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ രാഹുൽ, കോടതി തടഞ്ഞിരിക്കുകയാണ് പണിമുടക്ക്. ഇനി എന്താണ് നീക്കം? കോടതി വിധി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി ദൗർഭാഗ്യകരമാണ്. ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളെ ഈ നിലയിൽ നോക്കിക്കാണാൻ വേണ്ടി നിന്നാൽ രാജ്യത്ത് ട്രേഡ് യൂണിയനുകൾക്ക് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് അവരുടെ വിലപേശൽ, മുട്ടായി വിലപേശുവാനുള്ള അവകാശം തന്നെ എടുത്തു കളയുന്നതാണ് ഇതിനേക്കാൾ ഭേദം എന്ന നിലയാണ് ഞങ്ങൾ ഈ കോടതി വിധിയെ സംബന്ധിച്ചിടത്തോളം നോക്കി കാണുന്നത്. ഇന്ന് ഈ ഒരു പണിമുടക്കിനെ സ്റ്റേ ചെയ്തു എന്ന് വെച്ചാൽ ഇനി രാജ്യത്ത് ഒരു തൊഴിലാളി സംഘടന പണിമുടക്കണമെന്നുണ്ടെങ്കിൽ അതത് സംസ്ഥാനങ്ങളിലെ കോടതികളുടെ അനുവാദം വാങ്ങിക്കൊണ്ട് മാത്രമേ പണിമുടക്കാവൂ എന്ന നിലയിലേക്കാണ് പോകുന്നത്. അങ്ങനെ അതിനെ കാണണോ? കോടതി ചർച്ചയ്ക്കുള്ള ഒരു വഴി തുറന്നു എന്നുകൂടി കാണാവുന്നതല്ലേ? നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ളതല്ലേ? അപ്പോൾ ചർച്ചയ്ക്കുള്ള വഴി തുറക്കുന്നതല്ലേ നല്ലത്? പണിമുടക്കല്ലല്ലോ നിങ്ങളുടെ ലക്ഷ്യം. അല്ല, ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധാപൂർവ്വം കേൾക്കണം. കഴിഞ്ഞ ഒക്ടോബർ മാസം 2-ാം തീയതി ഞങ്ങൾ ഇതേ നിലയിൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഇതേ ഹർജിക്കാർ തന്നെ ഹർജി ഫയൽ ചെയ്തു. കോടതി ആ കേസിന്മേലും ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കണം, പണിമുടക്കരുത് എന്ന് കോടതി പണിമുടക്കിനെ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കി. ചർച്ച നടത്താൻ വേണ്ടി കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ലേബർ കമ്മീഷണറും KSRTC മാനേജ്മെന്റും തൊഴിൽ മന്ത്രിയും ഗതാഗത മന്ത്രിയും ഗതാഗത സെക്രട്ടറിയും ട്രേഡ് യൂണിയനുകളുമായി 4 റൗണ്ട് മാരത്തോൺ ചർച്ചകൾ നടത്തി. ആ ചർച്ചയിലൂടെ സുപ്രധാനമായ 6-7 തീരുമാനങ്ങൾ എടുത്തു.
ആ തീരുമാനങ്ങൾ 1.5 മാസം പിന്നിട്ടിട്ടും നടപ്പിലാക്കാത്ത മാനേജ്മെന്റിനെതിരെയാണ് ഞങ്ങൾ വീണ്ടും പണിമുടക്കുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. ഒരിക്കൽ ചർച്ച നടത്തി എടുത്ത തീരുമാനം ഇതേ കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് ചർച്ച നടത്തിയതും തീരുമാനമെടുത്തതും. ആ തീരുമാനം നടപ്പിലാക്കുന്നില്ലാത്ത ഒരു മാനേജ്മെന്റും അല്ലെങ്കിൽ അതിനെ കൂട്ടുനിൽക്കുന്ന ഒരു ഗവൺമെന്റ് സംവിധാനത്തിന്റെയും മുന്നിൽ നിന്നുകൊണ്ട് വീണ്ടും കോടതി ചർച്ച നടത്താൻ പറഞ്ഞാൽ ഇവരോടല്ലേ വീണ്ടും ചർച്ച നടത്തേണ്ടത്? ഞങ്ങൾ വേറെ ആരോടാണ് ഇനി ചർച്ച നടത്താനുള്ളത്? അപ്പൊ സ്വാഭാവികമായി എന്താണ് ഇതിലൂടെ ഞങ്ങൾ വായിത്തിരക്കേണ്ടത്, ഞങ്ങൾ അറിയേണ്ടതും. അപ്പൊ ഇത് മാനേജ്മെന്റ് കാണിക്കുന്ന ഈ എടുത്ത തീരുമാനത്തിന് ഘടകവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന നിലയിൽ നടത്തിയ ഒരു പണിമുടക്കാണ് എന്ന നിലയിൽ മാത്രമേ നിങ്ങൾ ഇതിനെ നോക്കിക്കാണാവൂ. രാഹുൽ, തീർച്ചയായും ഇന്ന് കോടതി ഉച്ചയ്ക്ക് ശേഷം കോടതിയുടെ പരാമർശങ്ങൾ മാനേജ്മെന്റിന് കൂടി എതിരായിട്ടാണ്. മാനേജ്മെന്റിന്റെ നിലപാടുകളെ കൂടി കോടതി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും ചർച്ചയ്ക്കുള്ള ഒരു സാധ്യത ഒരുങ്ങുകയാണല്ലോ. നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുമോ? ഈ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോയ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകുമോ? ഇല്ല, ഞങ്ങൾ ഇതിനകത്ത് ഗവൺമെന്റ് അംഗീകരിച്ച ഡിമാൻഡുകൾ മാത്രമാണ് നടപ്പിലാക്കണം എന്നിപ്പോ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ചർച്ചയിൽ ഉന്നയിച്ച് ഗവൺമെന്റും മാനേജ്മെന്റും അംഗീകരിച്ച നിലപാടുകൾ അത് നടപ്പിലാക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഞങ്ങൾ ചർച്ചയുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ തോതിൽ ആരുമായും സഹകരിക്കാൻ തയ്യാറാണ്. ഒരു വാതിലും ഞങ്ങൾ പൊട്ടിയടച്ചിട്ടില്ല. തുറന്ന ചർച്ചകൾക്കും ഇതിലൂടെ പരിഹാരം ഉണ്ടാക്കാനാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പരിഹാരം ഉണ്ടാക്കണമെന്ന് താല്പര്യമില്ലാത്ത നിലപാടാണ് KSRTC മാനേജ്മെന്റ് സ്വീകരിച്ചത് എന്നതാണ് കോടതി ഇന്ന് കണ്ടെത്തിയത്. ബഹുമാനപ്പെട്ട ഇതേ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഡിവിഷൻ ബെഞ്ച് വിശ്വാസ്യതയില്ലാത്ത മാനേജ്മെന്റാണ് KSRTCയിലേത് എന്ന് പറഞ്ഞ ആ മാനേജ്മെന്റിനെ എങ്ങനെയാണ് തൊഴിലാളികളും ട്രേഡ് യൂണിയനുകളും ഏതറ്റം വരെ വിശ്വസിക്കണം എന്ന ഒരു ചോദ്യം കൂടി ഞങ്ങൾക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും സംയുക്ത ട്രേഡ് യൂണിയൻ ഇന്ന് ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഒന്നുകൂടി യോഗം ചേരുന്നുണ്ട്. യോഗം ചേർന്ന് അതുമായി ബന്ധപ്പെട്ട് ഏത് നിലയിലുള്ള തീരുമാനമെടുക്കണമെന്ന് ഞങ്ങൾ എടുത്തിട്ട് മാധ്യമങ്ങളെയും ഉൾപ്പെടെ ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതാണ്. ശരി, AITUC പ്രതിനിധിയാണ് KSRTCയിലെ രാഹുൽ നമ്മളോട് പ്രതികരിച്ചത്. കൂടുതൽ ചർച്ചകൾക്ക് ശേഷം ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ച തീരുമാനം എടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീനാഥ് തുടരുന്നുണ്ട്. ശ്രീനാഥ്, ഇപ്പോൾ രാഹുൽ ചൂണ്ടിക്കാട്ടിയതുപോലെ പല വിധത്തിൽ ചർച്ചകൾ നടന്നതാണ്. ഇന്ന് രാവിലെയും ചർച്ച നടന്നതാണ്. പക്ഷേ ആ ചർച്ചകളൊക്കെയും പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് പണിമുടക്കിലേക്ക് ഇവർ പോകുന്നത്. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കിട്ടണം എന്ന് ചൂണ്ടിക്കാട്ടി കോടതി ഈ കാര്യങ്ങൾ ഇതുവരെ നടന്ന ചർച്ചകൾ കോടതി ശ്രദ്ധിച്ചില്ലേ? കൂടുതൽ ചർച്ചകൾ വേണമെന്ന ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തിയത് എങ്ങനെയാണ്? കോടതി ഏകപക്ഷീയമായ ഒരു നിലപാടല്ല ഇന്ന് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അത് ഇന്ന് കോടതി നടപടികൾ നിരീക്ഷിക്കുന്ന ആർക്കും വ്യക്തമാകുന്നതാണ്. മാത്രമല്ല, 1-ാം തീയതി നോട്ടീസ് നൽകിയ ശേഷം 14-ാം തീയതി വരെ, ഇന്ന് 14-ാം തീയതിയാണ്, അതിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ KSRTC MD ഈ സമരം സംബന്ധിച്ച് ചെയ്തു എന്ന് ഹൈക്കോടതി ഇന്ന് സർക്കാർ അഭിഭാഷകനോട് ചോദിക്കുകയുണ്ടായി. അതിനുവേണ്ടിയാണ് ഇന്ന് ഒത്തുതീർപ്പ് ചർച്ച നടത്തിയത് എന്ന് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞപ്പോൾ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. അതായത് 14 ദിവസമായി നിങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ട് എന്നിട്ട് ഇന്നു മാത്രമാണ് നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായത്. ഇന്ന് നടത്തിയ ചർച്ച പ്രഹസനമായിരുന്നു എന്ന് യൂണിയനുകളുടെ അഭിഭാഷകരും സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രഹസനമായ ഒരു ചർച്ചയല്ല വേണ്ടത്. ഇക്കാര്യത്തിൽ തൊഴിലാളികൾക്ക് അവരവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അവർക്ക് അത് പറയേണ്ട വേദി ഇത്തരം ചർച്ചകളാണ്, മാനേജ്മെന്റുകൾ നടത്തുന്ന ചർച്ചകളാണ്. മാനേജ്മെന്റുകളുടെ ചർച്ചയിൽ പിന്നീടും തർക്കങ്ങൾ ഉണ്ടായാൽ അത് കോടതിയുടെ മുമ്പാകെ എത്താം. പക്ഷേ അതിൻ്റെ ആദ്യ നടപടി എന്ന് പറയുന്നത് മാനേജ്മെന്റ് നടത്തുന്ന മനസ്സു തുറന്നുള്ള ചർച്ചയാണ്. ആ ചർച്ച ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് കോടതി വിലയിരുത്തി. അതുകൊണ്ട് തന്നെയാണ് KSRTC MDയെ വിമർശിച്ചുകൊണ്ട് കോടതി സംസാരിച്ചതും ഇക്കാര്യത്തിൽ ഒരു വിശാലമായ കാഴ്ചപ്പാട് MDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് കോടതി പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു. ഏതായാലും നാളെ നടക്കുന്ന ചർച്ചയിൽ എല്ലാവരും പങ്കെടുക്കണം. അതായത് ജീവനക്കാരും പങ്കെടുക്കണം, MDയും മാനേജ്മെന്റും പങ്കെടുക്കണം. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതി ജനങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനാണ് പ്രാമുഖ്യം കൊടുത്തത്. ജനങ്ങൾക്കും അവരുടേതായ അവകാശമുണ്ട്. KSRTC ബസ്സിൽ സഞ്ചരിക്കുന്ന ഒരു സാധാരണ പൗരന് അവന്റേതായ അവകാശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ അവകാശങ്ങൾ കൂടി സംരക്ഷിക്കപ്പെടണം എന്നൊരു നിലപാടാണ് ഇന്ന് കോടതി പ്രധാനമായും സ്വീകരിച്ചിരിക്കുന്നത്. ശ്രീനാഥ്, ഈ ശമ്പള പരിഷ്കരണം എന്നുള്ളത് ഈ പണിമുടക്കുന്ന തൊഴിലാളികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. പക്ഷേ അതിന്റെ തീരുമാനം വേണ്ടത് സർക്കാർ തലത്തിലാണ്. അക്കാര്യം ഇന്ന് രാവിലത്തെ ചർച്ചയിൽ ടോമിൻ ജെ തച്ചങ്കരി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. മാനേജ്മെന്റിന് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനമുണ്ടാകുമ്പോൾ ഈ കാര്യങ്ങൾ, ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ എന്ന കാരണം അതിന്റെ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് എന്ന കാര്യവും കോടതി പരിഗണിച്ചിരുന്നു.
രേണുക, ഇന്ന് തൊഴിലാളി യൂണിയനുകൾ ഉന്നയിച്ച പ്രശ്നങ്ങളിലേക്കല്ല കോടതി കടന്നത്. തൊഴിലാളി യൂണിയനുകൾക്ക് പലവിധ പ്രശ്നങ്ങളുണ്ടാവാം. അത് ചർച്ചയിലൂടെയാണ് പരിഹരിക്കേണ്ടത്. അത് തൊഴിലാളി യൂണിയനുകളും മാനേജ്മെന്റും ഒത്തൊരുമിച്ച് ഒരു വേദിയിലിരുന്ന് അത് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ്. അത്തരത്തിൽ അത് ഏതൊക്കെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്നുള്ളത് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല. ഇത് എങ്ങനെ ഈ പ്രശ്നം ഇല്ലാതാക്കാം, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ പ്രശ്നം പരിഹരിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ട് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് കോടതി പ്രധാനമായും പരിഗണിച്ചത്. അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങളാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും പ്രശ്നങ്ങൾ അത് എന്തുതന്നെയായാലും അത് ചർച്ചയിലൂടെ പരിഹരിക്കണം. അത് പരിഹരിക്കാനുള്ള വേദി മാനേജ്മെന്റ് ഒരുക്കണം. അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാൻ ഇരുപക്ഷവും തയ്യാറാവണം എന്നാണ് കോടതി ഇന്ന് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ കേസ് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. അന്ന് നാളെ നടക്കുന്ന ചർച്ചയുടെ ഫലം കൂടി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും അതിന്റെ മെറിറ്റിലേക്ക് കോടതി കടക്കാനുള്ള സാധ്യത. രേണുക, ശരി, എൻ ശ്രീനാഥാണ് കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ നൽകിയത്. ഉമേഷ് ബാലകൃഷ്ണൻ തുടരുന്നുണ്ട്. ഉമേഷ്, ചർച്ചയിലൂടെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് വെച്ചാൽ അത് പരിഹരിക്കണം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് സമരപരിപാടികളുമായി പോകാൻ കഴിയില്ല എന്ന ഒരു നിഗമനത്തിലാണ് കോടതി എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ സംയുക്ത ട്രേഡ് യൂണിയന്റെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ചർച്ചകൾക്കുള്ള സാധ്യതയാണോ തെളിയുന്നത്? സ്വാഭാവികമായി കോടതി ഈ ഇന്ന് അർദ്ധരാത്രി മുതൽ നടക്കാനിരിക്കുന്ന പണിമുടക്ക് തടഞ്ഞ സാഹചര്യത്തിൽ അതിന് വിരുദ്ധമായി, അല്ലെങ്കിൽ അത് കോടതി ഉത്തരവ് മറികടന്നുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് സംയുക്ത ട്രേഡ് യൂണിയൻ പോകാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും ചർച്ച പുരോഗമിക്കുകയാണ്. ഇവർ പറയുന്നത് തങ്ങളുടെ ആവശ്യങ്ങൾ MD അടക്കം പരിഗണിക്കുന്നതിൽ ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല. നേരത്തെ കോടതിയിൽ നിന്നുണ്ടായ വിമർശനം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാന മറ്റൊരു കാര്യം. കാരണം 1-ാം തീയതി പണിമുടക്കിന് നോട്ടീസ് നൽകിയതിന് ശേഷം ഇന്ന് രാവിലെ മാത്രമാണ് ചർച്ചയ്ക്ക് KSRTC MD തയ്യാറാകിയത്. അതുകൊണ്ട് തന്നെ ഈ 15 ദിവസം ഉണ്ടായിട്ടും ഇതുവരെ ചർച്ചയ്ക്ക് പോലും തങ്ങളെ വിളിച്ചില്ല. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ പോലും പരിഗണിക്കാൻ KSRTC മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിൽ പണിമുടക്കിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള തീരുമാനമായിരുന്നു നേരത്തെ അവർ കൈക്കൊണ്ടത്. പക്ഷേ കോടതിയിൽ നിന്ന് ഇത്തരമൊരു വിധി വന്ന സാഹചര്യത്തിൽ ഇനി ചർച്ച ഒരുപക്ഷെ നാളെ ചർച്ച ചെയ്യാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ KSRTC മാനേജ്മെന്റ് വീണ്ടും തൊഴിലാളി സംഘടനകളെ ഒരുപക്ഷെ ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ ആ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. പക്ഷേ ഇന്ന് അർദ്ധരാത്രി മുതൽ പണി മുടക്കിക്കൊണ്ട് നാളത്തെ ചർച്ചയിലേക്ക് നീങ്ങണമോ വേണ്ടയോ എന്നുള്ള കാര്യമായിരിക്കും ഇന്നിവർ തീരുമാനിക്കുന്നത്. ഇപ്പോൾ കോടതി തടഞ്ഞ സാഹചര്യത്തിൽ അതിലേക്ക് കടക്കാനുള്ള സാധ്യതയില്ല. പ്രധാനമായ 12 ആവശ്യങ്ങൾ അവർ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന 4 ആവശ്യങ്ങളാണ്. അന്ന് പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കുക, അതായത് എംപാനൽ ജീവനക്കാരെ തിരിച്ചെടുക്കുക എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് KSRTC മാനേജ്മെന്റ് പറയുന്ന മറുപടി എന്ന് പറയുന്നത് അത് കോടതിയിൽ നിലനിൽക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനം എടുക്കാനാകൂ എന്ന്. രണ്ടാമത്തെ കാരണം ശമ്പള പരിഷ്കരണമാണ്. ശമ്പള പരിഷ്കരണം വേണമെന്ന് നേരത്തെ ഉന്നയിച്ച ആവശ്യമാണ്. അതിപ്പോഴും ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അതിന് KSRTC മാനേജ്മെന്റ് പറയുന്ന മറുപടി അതിന് സർക്കാർ തലത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. KSRTCയുടെ വരുമാന വർധന ഉണ്ടായിക്കഴിഞ്ഞാൽ ശമ്പള വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാവുന്നതേ ഉള്ളൂ എന്ന മറുപടി നൽകുന്നു. ഇതോടൊപ്പം മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ആവശ്യമാണ് ഡ്യൂട്ടി പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക. ഒരുപക്ഷെ ഇതായിരിക്കും ഏറ്റവും സുപ്രധാനമായ ആവശ്യമായി KSRTC ജീവനക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അത് വലിയ ചർച്ചകൾ ഈ വിഷയത്തിൽ നടക്കേണ്ടതുണ്ട്. കാരണം സിംഗിൾ ഡ്യൂട്ടി, ഡബിൾ ഡ്യൂട്ടി എന്നുള്ള സംവിധാനം KSRTC മാനേജ്മെന്റ് എടുത്തു കളഞ്ഞ ശേഷം സിംഗിൾ ഡ്യൂട്ടി സംവിധാനം ഏർപ്പെടുത്തിയതോടുകൂടിയാണ് ഇത്തരം ഒരു മാനേജ്മെന്റും തൊഴിലാളി സംഘടനകളും തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അന്ന് ഇത്തരത്തിൽ സിംഗിൾ ഡ്യൂട്ടി ഏർപ്പെടുത്തി ഏകദേശം 1 മാസത്തിന് തന്നെ KSRTC സംയുക്ത ട്രേഡ് യൂണിയൻ ആദ്യം, അതായത് ഒക്ടോബർ 2-ന് പണിമുടക്ക് സമരം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അന്ന് മന്ത്രി അടക്കം ഇടപെട്ടിട്ടാണ് ഇത്തരമൊരു പരിഹാരം കണ്ടത്. അന്ന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഇടപെട്ട സമിതിയിൽ ആ യോഗത്തിൽ ഒരു കാര്യം മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഗതാഗത വകുപ്പ് സെക്രട്ടറി ജ്യോതിലാലിന്റെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ച് ഡ്യൂട്ടി പരിഷ്കരണം പഠിക്കുക എന്നുള്ള സമിതി ആവശ്യം. ഇത് പഠിച്ച ശേഷം ഇതിന്റെ റിപ്പോർട്ട് KSRTC കൈമാറി എന്നാണ് ഗതാഗത വകുപ്പ് സെക്രട്ടറി പറയുന്നത്. എന്നാൽ മാനേജ്മെന്റ് പറയുന്നത്, KSRTC MD പറയുന്നത് അത് തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന്. കൂടുതൽ അന്വേഷിച്ചപ്പോൾ KSRTC ഗതാഗത വകുപ്പ് സെക്രട്ടറിയോട് അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ഗതാഗത വകുപ്പ് സെക്രട്ടറിയുടെ കൈവശം നിന്ന് KSRTC മാനേജ്മെന്റ് പ്രതിനിധി കഴിഞ്ഞ മാസം 16-ാം തീയതി ഇത് കൈപ്പറ്റിക്കൊണ്ട് വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം വിശദമായ ചർച്ചയ്ക്ക് വരും. എന്തായാലും കൂടുതൽ ചർച്ചകൾക്കുള്ള സാധ്യതകളാണ് വരുന്നത്. ഇന്ന് അർദ്ധരാത്രി മുതൽ KSRTC ജീവനക്കാർ നടത്താനിരുന്ന പണിമുടക്ക് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു. നിയമവിരുദ്ധവും ജനത്തെ വലയ്ക്കുന്നതുമാണ് പണിമുടക്കെന്ന് നിരീക്ഷിച്ചാണ്
കോടതി പണിമുടക്ക് തടഞ്ഞത്. എന്ത് തീരുമാനം സംയുക്ത ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതി സ്വീകരിക്കുന്നു, ജീവനക്കാർ സ്വീകരിക്കുന്നു എന്നത് നിർണായകമാണ്. അവർ യോഗം ചേരുകയാണ്. അതിനുശേഷമാകും അവരുടെ തീരുമാനം വരിക. ഉമേഷ് ബാലകൃഷ്ണനും എൻ ശ്രീനാഥുമാണ് വിവരങ്ങൾ നൽകിയത്.